ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ സോളാർ ഗ്രീൻ ഹൗസസിനെ കുറിച്ചിട്ടാണ് ആദ്യം പറയുന്നത്. എന്താണ് സോളാർ ഗ്രീൻ ഹൗസസ്? നമ്മൾ ചെറുതായിട്ട് സൂചിപ്പിച്ചതാണ്. ഗ്രീൻ ഹൗസസ് പ്രൊവൈഡ് ക്രോപ്പ് കൾട്ടിവേഷൻ അണ്ടർ കൺട്രോൾഡ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സിന് ഗ്രോ ചെയ്യാൻ ചില എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസൊക്കെ വേണം. പ്രത്യേകിച്ചിട്ട് സൺലൈറ്റ്, ടെമ്പറേച്ചർ അതൊക്കെ കൺട്രോൾഡ് ആയിരിക്കണം. അങ്ങനെ ഒരു കൺട്രോൾഡ് എൻവയോൺമെൻറ്റിൽ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വിളകൾ വളർത്താൻ വേണ്ടിയിട്ട്, കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സംവിധാനമാണ് ഗ്രീൻ ഹൗസസ്. ഇപ്പോൾ ഗ്രീൻ ഹൗസസ് കൺട്രോൾഡ് എൻവയോൺമെൻറ്റിൽ, നിയന്ത്രിതമായിട്ടുള്ള ഒരു പരിതസ്ഥിതിയിൽ വിളകൾ വളർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. A greenhouse is a structure covered with a transparent material that utilizes solar energy to grow plants. എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രീൻ ഹൗസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത് ട്രാൻസ്പാരൻറ്റ് മെറ്റീരിയൽസ് കൊണ്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശം കടത്തിവിടുന്ന പദാർത്ഥങ്ങൾ കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്, ഒരു രൂപമാണ്. എന്താണ് അത് ചെയ്യുന്നത്? യൂട്ടിലൈസസ് സോളാർ എനർജി ടു ഗ്രോ പ്ലാന്റ്സ്. ചെടികളെ സൗരോർജത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ട് വളർത്താൻ സഹായിക്കുന്നു. ചെടികളെ സൗരോർജത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ട് വളർത്താൻ സഹായിക്കുന്ന ഒരു സുതാര്യമായിട്ടുള്ള പദാർത്ഥം ഉപയോഗിച്ചുകൊണ്ട് ആവരണം ചെയ്യപ്പെട്ട ഒരു സ്ട്രക്ചറാണ് ഗ്രീൻ ഹൗസ്. ഗ്രീൻ ഹൗസിൻ്റെ ഒരു ഡെഫിനിഷനാണ് നിർബന്ധമായിട്ട് മനസ്സിലാക്കുക. ഗ്രീൻ ഹൗസ് ഈസ് എ സ്ട്രക്ചർ കവേർഡ് വിത്ത് എ ട്രാൻസ്പാരൻറ്റ് മെറ്റീരിയൽ ദാറ്റ് യൂട്ടിലൈസസ് സോളാർ എനർജി ടു ഗ്രോ പ്ലാന്റ്സ്. വാട്ട് ഈസ് സോളാർ ഗ്രീൻ ഹൗസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എഴുതേണ്ടത്. അടുത്തതായിട്ട് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സോളാർ ഗ്രീൻ ഹൗസസ്. വർക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് പ്രിൻസിപ്പിൾസ്, അടിസ്ഥാന തത്വങ്ങൾ പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. യൂസ് ഹീറ്റ് സ്റ്റോറിംഗ് മെറ്റീരിയൽസ് ടു റീറ്റെയിൻ സോളാർ ഹീറ്റ്. സോളാർ ഗ്രീൻ ഹൗസസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അതിനകത്ത് സോളാർ ഹീറ്റിനെ, സൗരതാപത്തിനെ റീറ്റെയിൻ ചെയ്യാൻ, നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് സ്റ്റോറിംഗ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുണ്ടാവും. താപ ശേഖരണ പദാർത്ഥങ്ങൾ സൗരതാപം നിലനിർത്തുന്നതിനാവശ്യമായി ഉപയോഗിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. യൂസ് ഹീറ്റ് സ്റ്റോറിംഗ് മെറ്റീരിയൽസ് ടു റീറ്റെയിൻ സോളാർ ഹീറ്റ്. അടുത്തതായിട്ട് ഹാവ് ലാർജ് എമൗണ്ട്സ് ഓഫ് ഇൻസുലേഷൻ വേർ ദർ ഈസ് ലിറ്റിൽ ഓർ നോ ഡയറക്റ്റ് സൺലൈറ്റ്. എപ്പോഴും ഈ സോളാർ ഗ്രീൻ ഹൗസിലേക്ക് ഡയറക്റ്റ് സൺലൈറ്റ് ലഭിച്ചോളണമെന്നില്ല. രാത്രി ലഭിക്കില്ല, അതേപോലെ തന്നെ നല്ല മഴക്കാറുള്ളപ്പോൾ ലഭിക്കില്ല. പക്ഷേ അപ്പം പോലും ഉള്ള സോളാർ ഹീറ്റിനെ റീറ്റെയിൻ ചെയ്യാൻ സഹായകമായിട്ടുള്ള ഒരു ഇൻസുലേഷൻ, ഉള്ളിലുള്ള സോളാർ ഹീറ്റൊന്നും പുറത്തു പോകാത്ത രീതിയിൽ അതിനെ തടഞ്ഞു നിർത്തുന്ന ഒരു ഇൻസുലേഷൻ, അത് വളരെയധികം ലാർജ് എമൗണ്ടായിട്ട് അതിനകത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, വളരെ കുറഞ്ഞ സൺലൈറ്റ് ലഭിക്കുമ്പോഴും അല്ലെങ്കിൽ തീരെ സൺലൈറ്റ് ലഭിക്കാത്തപ്പോഴും ഒക്കെ ഉള്ള സോളാർ ഹീറ്റിനെ റീറ്റെയിൻ ചെയ്യാൻ സഹായകമായിട്ടുള്ള ഇൻസുലേഷൻ ടെക്നിക്സ് ഉണ്ടായിരിക്കും. അതാണ് ഇതിൻ്റെ മറ്റൊരു ബേസിക് പ്രിൻസിപ്പിൾ. അടുത്തതായിട്ട് യൂസ് ഹാവ് ഗ്ലേസിംഗ് ഓറിയൻറ്റഡ് ടു റിസീവ് മാക്സിമം സോളാർ ഹീറ്റ് ഡ്യൂറിങ് ദ വിൻ്റർ. അതായത് വിൻ്റർ സീസണിൽ സോളാർ ലൈറ്റൊക്കെ കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ ഉള്ളതിനെ, അല്ലേ, ലഭ്യമായതിനെ പരമാവധി എന്ത് ചെയ്യണം? ഉപയോഗിക്കണം അല്ലെങ്കിൽ സ്വീകരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് ഒരു ഗ്ലേസിംഗ് ഓറിയൻറ്റേഷൻ ഉണ്ടാവും. ഗ്ലേസിംഗ് എന്ന് പറയുമ്പോൾ ഈ ഗ്ലാസി സർഫസാണ്, അല്ലെങ്കിൽ ഈ മിറർ സർഫസുകളാണ്. മിറർ സർഫസുകൾക്ക് ഇങ്ങനെ നല്ല തിളക്കം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സർഫസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം സോളാർ ഹീറ്റിനെ റിസീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം സോളാർ ഹീറ്റിനെ റിസീവ് ചെയ്യാൻ സഹായകമായ ഗ്ലേസിംഗ് ഓറിയൻറ്റഡ് മെറ്റീരിയൽസ് ലൈക്ക് മിറേഴ്സ് വിൻ്ററിൽ ഇതിനെ പ്രവർത്തനക്ഷമമാക്കുന്നു എന്നുള്ളതാണ്. യൂസ് ഹാവ് ഗ്ലേസിംഗ് മെറ്റീരിയൽ ടു റിസീവ് മാക്സിമം സോളാർ ഹീറ്റ് ഡ്യൂറിങ് ദ വിൻ്റർ. അടുത്തതായിട്ട് ഗ്ലേസിംഗ് മെറ്റീരിയൽ ആൻഡ് ഗ്ലേസിംഗ് ഇൻസ്റ്റാളേഷൻ മെത്തേഡ്സ് മിനിമൈസ് ഹീറ്റ് ലോസ്. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്ലേസിംഗ് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ടല്ലോ, തിളങ്ങുന്ന മിറേഴ്സൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അല്ലേ?
അതുപോലെ ഗ്ലേസിങ് ഇൻസ്റ്റാളേഷൻ മെത്തേഡ്സ് ഉണ്ട്. ഈ മിറേഴ്സൊക്കെ അതിൽ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്ന ആ മെത്തേഡുകളൊക്കെ ഇതിനകത്ത് ട്രാപ്പ് ചെയ്യുന്ന സോളാർ ഹീറ്റ് ലോസ് ചെയ്യുന്നത് തടയുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ലോസ് മിനിമൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ സോളാർ ഹീറ്റിൻ്റെ ലോസ് മിനിമൈസ് ചെയ്യാൻ സഹായകമാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഗ്ലേസിങ് മെറ്റീരിയൽസും അതുപോലെ തന്നെ ഈ ഗ്ലേസിങ് മെറ്റീരിയൽസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ചില പ്രത്യേക മെത്തേഡ്സൊക്കെ എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് ഒരു കാര്യം കൂടിയുണ്ട്, റിലൈ പ്രൈമർലി ഓൺ നാച്ചുറൽ വെന്റിലേഷൻ ഫോർ സമ്മർ കൂളിംഗ്. ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത സമ്മർ കാലത്ത് ടെമ്പറേച്ചർ കുറയണം, കൂളിംഗ് ആണ് വേണ്ടത് അതിനകത്തുള്ള ചെടികൾക്കൊക്കെ അല്ലേ. അപ്പോൾ അതിന് സഹായകമായിട്ടുള്ള ഒരു വെന്റിലേഷൻ, നാച്ചുറൽ വെന്റിലേഷൻ കൂടി ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സോളാർ ഗ്രീൻ ഹൗസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് വിൻ്റർ സീസണിൽ ആവശ്യമായിട്ടുള്ള ഹീറ്റ് കൊടുക്കുന്നത് പോലെ തന്നെ സമ്മർ സീസൺസിൽ ടെമ്പറേച്ചർ കുറച്ച് ഒരു കൂളിംഗ് പ്ലാന്റ്സിന് നൽകാനുള്ളൊരു സെറ്റപ്പും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. റിലൈ പ്രൈമർലി ഓൺ നാച്ചുറൽ വെന്റിലേഷൻ ഫോർ സമ്മർ കൂളിംഗ്. അപ്പോൾ അത്രയുമാണ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സോളാർ ഗ്രീൻ ഹൗസസ് പറയാനുള്ളത്. അടുത്തതായിട്ട് അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രീൻ ഹൗസസ്. ഈ ഗ്രീൻ ഹൗസസിനെ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്, ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എ സോഴ്സ് ഓഫ് ഇൻഎക്സ്പെൻസീവ് ഗുഡ് ക്വാളിറ്റി ഫുഡ് ദാറ്റ് വൺ ഗ്രോസ് വൺ സെൽഫ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോളാർ ഗ്രീൻ ഹൗസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ഉയർന്ന നിലവാരമുള്ള ഭക്ഷണം ഒരാൾക്ക് സ്വന്തമായിട്ട് വളർത്തിയെടുക്കാം അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. അതായത് ഗ്രീൻ ഹൗസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വെജിറ്റബിൾസും ഫ്രൂട്ട്സും പോലുള്ള ക്രോപ്സൊക്കെ കൾട്ടിവേറ്റ് ചെയ്യാം. അത് നമുക്ക് ഉയർന്ന ക്വാളിറ്റി ഉള്ളതാണ്, നമ്മൾ വീട്ടിൽ വളർത്തുന്നതല്ലേ. അതുപോലെ തന്നെ ഇൻഎക്സ്പെൻസീവാണ്, ചിലവ് കുറവാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സോഴ്സായിട്ട് ഈ ഗ്രീൻ ഹൗസസ് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് പറയണത്. വില കുറഞ്ഞ നിലവാരം കൂടിയ ഫുഡ് ഐറ്റംസ് സ്വയം വളർത്താൻ ഉള്ള ഒരു സ്രോതസ്സാണ് ഗ്രീൻ ഹൗസസ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ്, എ സോഴ്സ് ഓഫ് അഡീഷണൽ ഹീറ്റ് ഫോർ ദ ഹൗസ് അറ്റാച്ച്ഡ് ടു ഇറ്റ്. അതായത് നമ്മൾ ഗ്രീൻ ഹൗസസ് ഉപയോഗിച്ചുകൊണ്ട് ഈ കോൾഡ് കൂടിയ അല്ലെങ്കിൽ ടെമ്പറേച്ചർ വളരെ കുറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ വീടുകൾക്ക് ഒരു എക്സ്ട്രാ ഹീറ്റ്, ഒരു അഡീഷണൽ ആയിട്ടുള്ളൊരു ഹീറ്റ് കൊടുക്കുന്നൊരു സ്രോതസ്സായിട്ടും ഗ്രീൻ ഹൗസസിന് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഗ്രീൻ ഹൗസസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തണുത്ത പ്രദേശങ്ങളിലുള്ള വീടുകൾക്ക് അഡീഷണൽ ആയിട്ടുള്ള ഹീറ്റ് കൊടുക്കാം എന്നാണ് പറയുന്നത്. മറ്റൊരു അഡ്വാൻറ്റേജ്, എ സോഴ്സ് ഓഫ് മോഡറേറ്റർ ഫോർ ദ ഹ്യൂമിഡിറ്റി ഇൻ ദ ഹൗസ്. അതായത് വീട്ടിലെ ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി എന്താണെന്ന് അറിയാമല്ലോ, നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചർ കണ്ടൻ്റാണ്. ഈർപ്പത്തിൻ്റെ ആ ഒരു ഈർപ്പത്തിനെയാണ് നമ്മൾ അല്ലേ, അറ്റ്മോസ്ഫിയറിലുള്ള ആ ഈർപ്പത്തിൻ്റെ അളവിനെയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ആ ഹ്യൂമിഡിറ്റി വല്ലാണ്ട് കൂടാനും വല്ലാണ്ട് കുറയാനൊന്നും പാടില്ല, ഒരു മീഡിയം ലെവലിലേ നിൽക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിനെ ഒന്ന് മോഡറേറ്റ് ചെയ്യാൻ, നിയന്ത്രിക്കാൻ ഉള്ളൊരു സ്രോതസ്സായിട്ടും ഗ്രീൻ ഹൗസസ് പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് മോഡറേറ്റർ ഫോർ ദ ഹ്യൂമിഡിറ്റി ഇൻ ദ ഹൗസ്. വീട്ടിലെ ആർദ്രത നിയന്ത്രിക്കുന്ന ഒരു സ്രോതസ്സായിട്ടും ഗ്രീൻ ഹൗസസ് പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 അഡ്വാൻറ്റേജസ് ആണ് ഗ്രീൻ ഹൗസസിന് പ്രധാനമായിട്ടും ഉള്ളത്. അടുത്തതായിട്ട് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സോളാർ ഗ്രീൻ ഹൗസസ്. വ്യത്യസ്ത തരത്തിലുള്ള സോളാർ ഗ്രീൻ ഹൗസസ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. പ്രധാനമായിട്ട് 5 ടൈപ്സ് സോളാർ ഗ്രീൻ ഹൗസസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഫ്രീ സ്റ്റാൻഡിങ് ഗ്രീൻ ഹൗസസ്. സെക്കൻഡ് വൺ ദ അറ്റാച്ച്ഡ് ഗ്രീൻ ഹൗസസ്. തേർഡ് വൺ പിറ്റ് ഗ്രീൻ ഹൗസസ്. ഫോർത്ത് വൺ സോളാർ കോൾഡ് ഫ്രെയിം. ഫിഫ്ത്ത് വൺ ഹൈ ടണൽസ് ഹൗസസ്. ഇങ്ങനെ 5 ടൈപ്സ് സോളാർ ഗ്രീൻ ഹൗസസ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്. ഈ 5 ടൈപ്സിനെ കുറിച്ചിട്ടും നമുക്ക് ഒന്ന് നോക്കാം. ആദ്യമായി ഫ്രീ സ്റ്റാൻഡിങ് ഗ്രീൻ ഹൗസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് 8 to 10 feet വൈഡ് ആൻഡ് 12 feet ലോങ്. 8 മുതൽ 10 അടി വരെ
വീതിയും 12 അടി നീളവുമാണ് ഇതിനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഡയമെൻഷൻ ആണ് പറഞ്ഞത്. There are 2 types of freestanding greenhouses. Shed type freestanding greenhouse and Quonset hut freestanding greenhouses. 2 തരത്തിലുള്ള ഫ്രീസ്റ്റാൻഡിങ് ഗ്രീൻ ഹൗസസ് ആണ് ഉള്ളത്. ഷെഡ് ടൈപ്പ് ഫ്രീസ്റ്റാൻഡിങ് ഗ്രീൻ ഹൗസ് ഒരു ടൈപ്പ്, ക്വാൻസെറ്റ് ഹട്ട് ഫ്രീസ്റ്റാൻഡിങ് ഗ്രീൻ ഹൗസ് രണ്ടാമത്തെ ടൈപ്പ്. ഇപ്പോൾ ഓരോന്നും എങ്ങനെയാണ് എന്ന് നോക്കാം. ഇൻ ഷെഡ് ടൈപ്പ്, the south facing wall is glazed to collect the optimum amount of solar energy. North facing wall is insulated to prevent heat loss. അപ്പോൾ ഷെഡ് ടൈപ്പിന് 2 വാളുകളാണുള്ളത്. ഒന്ന് സൗത്ത് ഡയറക്ഷനിലേക്ക് ഫേസ് ചെയ്യുന്ന വാള്, സൗത്ത് ഫേസിങ് വാള്. അതെന്താ ചെയ്യണത്? അതുമ്പിലേക്കാണ് സോളാർ റേഡിയേഷൻ ഇൻസിഡൻറ്റ് ചെയ്തിട്ട് ഗ്ലേസ് ചെയ്യുന്നത്, തിളങ്ങുന്നത്. അങ്ങനെ ആ സൗത്ത് ഫേസിങ് വാള് ഗ്ലേസ് ചെയ്ത് പരമാവധി സോളാർ എനർജിയെ കളക്ട് ചെയ്യും. അപ്പോൾ സൗത്ത് ഫേസിങ് വാളിൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കുക. ഗ്ലേസിങ് വാളാണ്, അത് മാക്സിമം എമൗണ്ട് ഓഫ് സോളാർ എനർജി കളക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നോർത്ത് ഫേസിങ് വാളുണ്ട്. ആ നോർത്ത് ഫേസിങ് വാള് ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഹീറ്റ് ലോസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. റിസീവ് ചെയ്യുന്ന സോളാർ ഹീറ്റ് നഷ്ടപ്പെടാൻ പാടില്ലല്ലോ, അതിനകത്ത് അത് സ്റ്റോർ ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോർത്ത് ഫേസിങ് വാള് ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ സൗത്ത് ഫേസിങ് വാള് ഗ്ലേസ്ഡ് ആണ്, നോർത്ത് ഫേസിങ് വാള് ഇൻസുലേറ്റഡ് ആണ്. സൗത്ത് ഫേസിങ് വാള് ഒപ്റ്റിമം എമൗണ്ട് ഓഫ് സോളാർ എനർജിയെ കളക്ട് ചെയ്യുന്നു, നോർത്ത് ഫേസിങ് വാള് ഹീറ്റ് ലോസ് പ്രിവെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അതാണ് ഷെഡ് ടൈപ്പ് ഫ്രീ സ്റ്റാൻഡിങ് ഗ്രീൻ ഹൗസിൻ്റെ പ്രത്യേകത. ഇനി കോൺസെറ്റ് ഹട്ടിൻ്റെ പ്രത്യേകത നോക്കാം. ഇൻ കോൺസെറ്റ് ഹട്ട്, നോർത്ത് വാൾ ഈസ് നോട്ട് ഇൻസുലേറ്റഡ്. ഷെഡ് ടൈപ്പുമായിട്ട് കോൺസെറ്റിന് ഒരു വ്യത്യാസമേ ഉള്ളൂ. നോർത്ത് വാള് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. കോൺസെറ്റ് ഹട്ടിൻ്റെ നോർത്ത് വാള് ഫ്രീ സ്റ്റാൻഡിങ് ഗ്രീൻ ഹൗസസിൽ തന്നെ ഷെഡ് ടൈപ്പ് നിന്ന് വ്യത്യസ്തമായി ഇൻസുലേറ്റ് ചെയ്യാത്തതായിരിക്കും. അതിനകത്തും സൗത്ത് ഫേസിങ് ഒപ്റ്റിമം എമൗണ്ട് ഓഫ് സോളാർ എനർജി കളക്ട് ചെയ്യും. പക്ഷേ നോർത്ത് വാള് കോൺസെറ്റ് ഹട്ടിൻ്റെ ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത്രയുമാണ് ഫ്രീ സ്റ്റാൻഡിങ് ഗ്രീൻ ഹൗസസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അടുത്തതായി ദ അറ്റാച്ച്ഡ് ഗ്രീൻ ഹൗസസ്. അറ്റാച്ച്ഡ് ഗ്രീൻ ഹൗസസിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ഹിയർ എ തെർമലി എഫിഷ്യൻറ്റ് സ്ട്രക്ചർ അറ്റാച്ച്ഡ് ടു ദ സൗത്ത് സൈഡ് ഓഫ് അനദർ ബിൽഡിംഗ്, യൂഷ്വലി എ ഹൗസ്. അതായത് ഇവിടെ ഗ്രീൻ ഹൗസിന് പുറമെ നമ്മൾ മറ്റൊരു ബിൽഡിങ്ങിൻ്റെ, അതൊരു വീടൊക്കെ ആവാം, സൗത്ത് സൈഡിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു തെർമലി എഫിഷ്യൻറ്റ് സ്ട്രക്ചർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അതുപയോഗിച്ചുകൊണ്ടാണ് ഗ്രീൻ ഹൗസ് പ്രവർത്തിക്കുക. തെർമലി എഫിഷ്യൻറ്റ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യാനൊക്കെ എഫിഷ്യൻസി ഉള്ള, കഴിവുള്ള ഒരു സംവിധാനം നമ്മൾ ഗ്രീൻ ഹൗസിലല്ല മറ്റൊരു ബിൽഡിങ്ങിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അതുപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഗ്രീൻ ഹൗസ് പ്രവർത്തിക്കുക. അപ്പോൾ അതാണ് പറയണത്, ഹിയർ എ തെർമലി എഫിഷ്യൻറ്റ് സ്ട്രക്ചർ അറ്റാച്ച്ഡ് ടു ദ സൗത്ത് സൈഡ് ഓഫ് അനദർ ബിൽഡിംഗ്, യൂഷ്വലി എ ഹൗസ്. ഇനി ഇതിൻ്റെ ഡയമെൻഷൻ നോക്കാം. ഇറ്റ് ഈസ് 8 to 10 ഫീറ്റ് വിഡ്ത്ത് ആൻഡ് 16 to 20 ഫീറ്റ് ലെങ്ത്ത്. 8 മുതൽ 10 അടി വരെ വീതിയും 16 മുതൽ 20 അടി വരെ നീളവുമാണ് ഇതിന് ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ദ അറ്റാച്ച്ഡ് ഗ്രീൻ ഹൗസസിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുക. അടുത്തതായിട്ട് പിറ്റ് ഗ്രീൻ ഹൗസ്. പിറ്റ് ഗ്രീൻ ഹൗസിനെ കുറിച്ചിട്ട് പറയുന്നു. ഇറ്റ് ഈസ് എ അണ്ടർഗ്രൗണ്ട് ഗ്രീൻ ഹൗസ് വിച്ച് യൂസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് ദ എർത്ത് ടു വർക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത 2 ഗ്രീൻ ഹൗസസും എർത്തിൻ്റെ സർഫസസിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിറ്റ് ഗ്രീൻ ഹൗസ് അങ്ങനെയല്ല, അണ്ടർഗ്രൗണ്ടിലാണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ അണ്ടർഗ്രൗണ്ടിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇത് പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത് എർത്തിൻ്റെ ഹീറ്റ് ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടിയെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്തിൻ്റെ അടിയിലേക്ക് ഒരിക്കലും സോളാർ ഹീറ്റ് എന്ത് ചെയ്യില്ല, അങ്ങോട്ട് കടക്കില്ല. എർത്തിൻ്റെ പുറത്തേക്ക് ആ മണ്ണിലൂടെയൊന്നും പുറത്തേക്ക് വരില്ല. ആ ഒരു ഹീറ്റ് ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് ദ എർത്ത് ബേസ് ചെയ്തുകൊണ്ടാണ് പിറ്റ് ഗ്രീൻ ഹൗസ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്.
നെക്സ്റ്റ് നോക്കുക, പെറ്റ് ഗ്രീൻ ഹൗസസ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ആസ് ഫ്രീ സ്റ്റാൻഡിങ് ഓർ അറ്റാച്ച്ഡ് ഡിസൈൻസ്. നമുക്ക് എർത്തിൻ്റെ സർഫസസിൽ ഫ്രീ സ്റ്റാൻഡിങ് അല്ലെങ്കിൽ അറ്റാച്ച്ഡ് ഗ്രീൻ ഹൗസ് ഉണ്ടാക്കിയതുപോലെ തന്നെയാണ് ഇതിൻ്റെയും നിർമ്മാണം. പക്ഷേ ഇത് നിർമ്മിക്കുന്നത് സർഫസിലല്ല, അണ്ടർഗ്രൗണ്ടിലാണ് എന്ന് മാത്രം. അതാണ് പറയുന്നത്. പെറ്റ് ഗ്രീൻ ഹൗസസ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ആസ് ഫ്രീ സ്റ്റാൻഡിങ് ഓർ അറ്റാച്ച്ഡ് ഡിസൈൻസ്. ഉണ്ടാക്കുന്നത് ഫ്രീ സ്റ്റാൻഡിങ്ങിൻ്റെ അല്ലെങ്കിൽ അറ്റാച്ച്ഡിൻ്റെ പോലെ തന്നെയാണ്, പക്ഷേ അണ്ടർഗ്രൗണ്ടിലാണെന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. ബട്ട് ദേ സ്റ്റേ എബൌട്ട് 10 degrees വാർമർ ദാൻ എ ഗ്രീൻ ഹൗസ് ബിൽട്ട് അറ്റ് ദ സർഫസ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? എർത്തിൻ്റെ സർഫസിൽ ഉണ്ടാക്കുന്ന ഗ്രീൻ ഹൗസിനേക്കാൾ കൂടുതൽ ഒരു 10 ഡിഗ്രി ടെമ്പറേച്ചറൊക്കെ ഇതിനുണ്ടായിരിക്കും എന്നുള്ളതാണ്. എർത്ത് സർഫസിൽ ബിൽറ്റ് ചെയ്യുന്ന ഗ്രീൻ ഹൗസിനേക്കാൾ 10 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഈ അണ്ടർഗ്രൗണ്ടിൽ ഉണ്ടാക്കുന്ന പിറ്റ് ഗ്രീൻ ഹൗസിനകത്ത് ലഭിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജാണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോളാർ കോൾഡ് ഫ്രെയിമാണ്. സോളാർ കോൾഡ് ഫ്രെയിം, ദീസ് ആർ നോൺ ആസ് സോളാർ എഫിഷ്യൻറ്റ് ഹോട്ട് ബെഡ്സ്. ഇതിനെ വിളിക്കുന്നത് സോളാർ എഫിഷ്യൻറ്റ് ഹോട്ട് ബെഡ്സ് എന്നാണ്. ഗ്രോയിങ് സീസൺസ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് വോൾ ഇയർ യൂസിങ് ദിസ്. അതായത് ചെടികൾ വളരുന്ന ആ ഒരു സീസൺ മുഴുവൻ വർഷവും നീട്ടിക്കൊണ്ടുപോകാൻ ഇതിനെക്കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. അതായത് വർഷം മുഴുവൻ പ്ലാന്റ് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. ഈ ഗ്രീൻ ഹൗസിനകത്താണ് അത് കീപ്പ് ചെയ്യുന്നതെങ്കിൽ എല്ലാ സീസണിലും വളരും. അത് സമ്മറിലായിക്കോട്ടെ, വിൻ്ററിലായിക്കോട്ടെ, റെയിനി സീസണിലായിക്കോട്ടെ, എല്ലാ സീസൺസിലും പ്ലാന്റിന് വളരാൻ സാധിക്കും ഈ ഗ്രീൻ ഹൗസിനകത്താണ് അത് കീപ്പ് ചെയ്യുന്നതെങ്കിൽ. ദേ ആർ കൺസിഡേർഡ് വേഴ്സറ്റൈൽ എഫിഷ്യൻറ്റ് സ്ട്രക്ചേഴ്സ് ആൻഡ് ആപ്ലിക്കബിൾ ഇൻ സിറ്റുവേഷൻസ് വേർ ലാർജ് ഗ്രീൻ ഹൗസസ് ആർ നോട്ട് അപ്രോപ്രിയേറ്റ്. ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ സൈസ് കുറച്ച് സ്മോളാണ്. അതുകൊണ്ട് തന്നെ ലാർജ് ഗ്രീൻ ഹൗസസ് അപ്രോപ്രിയേറ്റ് അല്ലാത്ത സിറ്റുവേഷൻസിലൊക്കെ സോളാർ കോൾഡ് ഫ്രെയിം നമുക്ക് ഉപയോഗിക്കാം. മാത്രമല്ല ഇതിനെ നമ്മൾ വേഴ്സറ്റൈൽ എഫിഷ്യൻറ്റ് സ്ട്രക്ചർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് നല്ല പ്രവർത്തനക്ഷമതയുള്ള ഒരു സംവിധാനമായിട്ടാണ് നമ്മളിതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് സോളാർ കോൾഡ് ഫ്രെയിമിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ലാസ്റ്റ് വൺ ഈസ് ഹൈ ടണൽസ് ഹൗസസ്. ഹൈ ടണൽസ് ഹൗസസിനെയാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നല്ല ഹൈ ആയിട്ടുള്ള ഗ്രീൻ ഹൗസസ് ആണ് ഇത്. നമുക്ക് നോക്കാം. ദിസ് ടൈപ്പ് ഈസ് ബിഗ് ഇനഫ് ടു സ്റ്റാൻഡ് അപ്പ് ഇൻസൈഡ് വിച്ച് ഡിഫറൻഷിയേറ്റ് ഇറ്റ് ഫ്രം എ ലോ ടണൽ. അതായത് ഒരാൾക്ക് നിൽക്കാൻ പാകത്തിനൊക്കെ ഉയരം അല്ലെങ്കിൽ വലിപ്പം ഉള്ള എ ടൈപ്പ് ഓഫ് ഗ്രീൻ ഹൗസാണ് ഹൈ ടണൽ ഹൗസസ്. അതുതന്നെയാണ് അതിനെ മറ്റ് ലോ ടണൽ ടൈപ്പിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ ലോ ടണലാണ്. ഒരാൾക്ക് നിൽക്കാനുള്ള ഒരു ഹൈറ്റ് ഒന്നും ഉണ്ടാവില്ല, ചെറുതാണ്, ലെസ് ഹൈറ്റ് ഉള്ളതാണ്. ലോ ടണൽ ഗ്രീൻ ഹൗസസ് എന്ന് ജനറലായിട്ട് വിളിക്കുക അതിനെയൊക്കെ. അപ്പോൾ അതിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഒരാൾക്ക് നിൽക്കാനൊക്കെ ഉള്ള അത്രയും ഹൈറ്റ് ഇതിനുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഡയമെൻഷൻസ് ഒന്ന് പരിശോധിക്കാം നമുക്ക്. ഹിയർ ഡയമെൻഷൻസ് റേഞ്ചസ് ഫ്രം 10 to 30 ഫീറ്റ് വിഡ്ത്ത്, 9 to 12 ഫീറ്റ് ഹൈറ്റ് ആൻഡ് 96 ഫീറ്റ് ലോങ്. ശ്രദ്ധിക്കുക, 10 മുതൽ 30 അടി വരെ വീതിയും 9 മുതൽ 12 അടി വരെ ഉയരവും 96 അടി നീളവുമാണ് ഹൈ ടണൽ ഹൗസസിന് ഉള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ബിഗ് സൈസ്ഡ് ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതാണ് ഹൈ ടണൽ ഹൗസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ 5 ടൈപ്സ് ഓഫ് ഗ്രീൻ ഹൗസസിനെ കുറിച്ചിട്ടും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഗ്രീൻ ഹൗസസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു. അത് നന്നായിട്ട് നോക്കുക. അടുത്ത ഒരു വീഡിയോയോട് കൂടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ അവസാനിക്കും. 2 ടോപ്പിക് കൂടെയാണ് നമുക്ക് എടുക്കാനുള്ളത്. സോളാർ ഫർണസസും അതേപോലെ തന്നെ സോളാർ ഇലക്ട്രിക് പവർ ജനറേഷനും 2 ടോപ്പിക് കൂടി എടുക്കാനുണ്ട്. അടുത്ത വീഡിയോയോട് കൂടിയിട്ട് അത് നമ്മൾ എടുക്കും. അതിനുശേഷം സെക്കൻഡ് ചാപ്റ്റർ എത്രയും പെട്ടെന്ന് തുടങ്ങണം. ഇനി കുറച്ച് ഫാസ്റ്റായിട്ട് പോകണം. കാരണം ഈ ഒരു സെമസ്റ്ററിൽ ഇതുപോലെ ഓൺലൈൻ ക്ലാസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് പോവാം. താങ്ക് യു.